ഹായ് എവ്രി വൺ. ഞാൻ ഇന്നൊരു മൂവി റിവ്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ അങ്ങനെ അധികം മൂവി റിവ്യൂസ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു മൂവിയുടെ റിവ്യൂ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിൽ എക്സ്പേർട്ട് ഒന്നും അല്ല. അപ്പം ഇന്ന് ഞാനൊരു മൂവി കണ്ടു. ഈ ഒരു മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഭയങ്കര ഹിറ്റ് മൂവിയായിരുന്നു. ഒരു അടിപൊളി ക്ലാസ് മൂവിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ സോങ്സ് ഒക്കെ കേൾക്കുന്നത്. സോങ്സ് ഒക്കെ കേട്ടപ്പോൾ അടിപൊളി പാട്ടുകൾ. അങ്ങനെ ട്രെയിലർ കണ്ടപ്പം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും മൂവി ഒന്ന് കാണാമെന്ന് വിചാരിച്ചു പോയി കണ്ടു. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കമൽഹാസൻ നായകനായ ശങ്കർ സംവിധാനം ചെയ്ത ഇന്ത്യൻ 2 എന്ന് പറയുന്ന മൂവിയെ പറ്റിയാണ്. ഇന്ന് ജൂലൈ 12 റിലീസായിരുന്നു. കേരളത്തിൽ ഗോകുലം മൂവീസാണ് റിലീസ് ചെയ്തത് സിനിമ. അപ്പോൾ സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ലായിരുന്നു, അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എനിക്ക് പേഴ്സണലി അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊന്നുമില്ല, എന്നാൽ കുഴപ്പമില്ല, ഒരു ആവറേജ് എന്നൊക്കെ പറയാം. കാരണം ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗംഭീര സിനിമയായിരുന്നു. അന്നത്തെ സമയത്ത്, അന്നത്തെ കാലത്ത് ആ ലെവലിലുള്ള ഒരു സിനിമയായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള സിനിമയാണ്. അത് റിലീസായത് 1996 അപ്പോൾ ഇപ്പോൾ ഒരു 28 വർഷങ്ങൾക്ക് ശേഷമാണ് സെക്കൻഡ് പാർട്ട് റിലീസാവുന്നത്. അപ്പോൾ ഇത്രയും വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ഒരുപാട് ചേഞ്ചസ് ഉണ്ട് നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിലും അതുപോലെ ഓഡിയൻസിൻ്റെ ഇടയിലാണെങ്കിലും. ഒരു സിനിമ ആസ്വദിക്കുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റിലെല്ലാം ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചേഞ്ചസും ഈ ഒരു മൂവിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെയൊക്കെ ഉണ്ട്. ആദ്യത്തെ സിനിമയിൽ ടെലിവിഷനിലൂടെയാണ് ഹീറോ കാര്യങ്ങളെല്ലാം ആൾക്കാരോട് കൺവേ ചെയ്യുന്നതെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയ വഴിയാണ് ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത്ര ഒരു ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടൊന്നും തോന്നിയില്ല. എസ്പെഷ്യലി ക്ലൈമാക്സിൻ്റെ പാർട്ടൊന്നും അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല. ഈ മൂവി കഴിഞ്ഞോ എന്ന് വരെ തോന്നിപ്പോയി. ബിഗിനിങ് കുഴപ്പമില്ലായിരുന്നു, കുറച്ചൊക്കെ എൻഗേജിങ് ആയിട്ട് എനിക്ക് തോന്നി, കുറച്ചൊക്കെ നമ്മളെ പിടിച്ചിരുത്തുന്നതായിട്ട് തോന്നി. പക്ഷെ പിന്നെ എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ലാഗ് ഫീൽ വന്നു. അതുപോലെ ഒട്ടും ഒരു ഇൻട്രസ്റ്റ് തോന്നാത്ത പോലെ ആയിപ്പോയി ഒരു ഫസ്റ്റ് ഹാഫിലേക്കൊക്കെ വന്നപ്പോഴത്തേക്കിനും. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് ഇതിലെ പാട്ടുകളാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പാട്ടുകൾ ആദ്യം ഫസ്റ്റ് ഇത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. ദെൻ അങ്ങനെയാണ് ഞാൻ ഈ ഒരു മൂവിയുടെ ട്രെയിലർ പിന്നീട് കാണുന്നത്. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് അത്ര വലിയ ഇതായിട്ടൊന്നും തോന്നിയില്ല. പാട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ അതിലൊരു താത്ത അങ്ങനെ എന്തോ ഒരു പാട്ടുണ്ടല്ലോ, അത് നല്ലതായിരുന്നു. പിന്നെ അതുപോലെ അതിൽ കുറച്ച് വിമൻസ് ലേഡീസിൻ്റെ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, അതും നല്ലതായിരുന്നു. പിന്നെ BGM, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നല്ലതായിരുന്നു. അനിരുദ്ധിൻ്റെ സോങ്സ് ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ അതിനകത്തിൽ കമൽഹാസൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ അതിനകത്ത് പുള്ളിയെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന് എനിക്ക് തോന്നി. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ കുഴപ്പമില്ല. പിന്നെ ബാക്കി ആക്ടേഴ്സ്, സിദ്ധാർത്ഥിൻ്റെയൊക്കെ ക്യാരക്ടർ, അവരുടെയൊക്കെ എല്ലാ അഭിനയം എല്ലാം നല്ലതായിരുന്നു. അങ്ങനെ ആയിരിക്കുമല്ലോ. പക്ഷെ ക്യാരക്ടറിനൊരു വലിയ സംഭവമായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല. അതുപോലെ ഹീറോയിനായിട്ട് ഇപ്പം അവരുടെയൊക്കെ ക്യാരക്ടേഴ്സിന് പ്രത്യേകിച്ച് വലിയ റോളോ കാര്യങ്ങളോ ഇല്ല. എന്തോ ഒരു നമ്മൾ ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്ന ഒരു തമിഴ് മൂവിയുടെ ആ ഒരു ലെവലിൽ തന്നെ പോയി എന്ന് എനിക്ക് തോന്നുന്നു. ഒരു സാധാരണ ഓഡിയൻസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മൂവി കണക്റ്റ് ആവണമെങ്കിൽ, അവർക്കത് എൻഗേജിങ് ആയിട്ട് തോന്നണമെങ്കിൽ അതിൽ ഒരു സീനെങ്കിലും അവർക്ക് കണക്റ്റ് ആവണം, അല്ലേ? അപ്പം ഈ ഒരു മൂവി കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സീൻ പോലും എനിക്കങ്ങനെ കണക്റ്റ് ആയിട്ട് തോന്നിയില്ല, നമ്മളെ എൻഗേജിങ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പം ഈ ഒരു മൂവിയുടെ ഡയറക്ടർ എന്ന് പറയുകയാണെങ്കിൽ ശങ്കർ, അദ്ദേഹം ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡയറക്ടേഴ്സിൽ ഒരാളാണ്. ഈ രാജമൗലി അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ പോലെ ഇന്ത്യയിലെ തന്നെ ഇത്രയും കാലമായിട്ട് ഒരു ഫീൽഡിലെ ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരിൽ ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ മൂവി എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ. പക്ഷേ എനിക്ക് ആ ഒരു ലെവലൊന്നും കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ പഴയ സിനിമകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ആ ഒരു എക്സ്പീരിയൻസോ കാര്യമൊന്നും ഈ ഒരു മൂവിയാണ് നമുക്ക് കിട്ടത്തില്ല. അത് അന്നത്തെ കാലത്തിൻ്റെ കുഴപ്പമാണോ ഇന്നത്തെ കാലത്തിൻ്റെ കുഴപ്പമാണോ എന്ന് അറിയത്തില്ല. ഏത് കാലത്താണേലും നമുക്കൊരു മൂവി കാണുമ്പം ഇഷ്ടപ്പെടാത്ത പോലൊരു തോന്നൽ വരത്തില്ലേ, അങ്ങനെ എനിക്ക് വന്നു. ഇതിൽ പിന്നെ ഹീറോയിൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ആവശ്യമില്ലാതെ എന്തിനോ വേണ്ടി നായകന് വേണ്ടി ഒരു നായിക, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒബ്ജക്റ്റിഫിക്കേഷൻ എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ വന്നിട്ടുണ്ട്, അങ്ങനെ എനിക്ക് തോന്നി. പിന്നെ ഇതിൽ ഫൈറ്റും കാര്യങ്ങളും ഒന്നും കുഴപ്പമില്ലായിരുന്നു. സ്റ്റോറിയാണ് മെയിനായിട്ട് വീക്കായിട്ട് എനിക്ക് തോന്നിയത്. മൂവിയിലെ ഹീറോയിൻ രകുൽപ്രീത്തിൻ്റെ ക്യാരക്ടർ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും സിനിമയിൽ ഇല്ല എന്ന് തോന്നി. പിന്നെ അതുപോലെ കാളിദാസ് ജയറാം,
അത്ര വലിയ നല്ല റോളൊന്നും ആയിട്ട് തോന്നിയില്ല. കുഴപ്പമില്ലായിരുന്നു, ഉള്ള ഭാഗം കുഴപ്പമില്ലായിരുന്നു, ഇത്രേ ഉള്ളൂ. പിന്നെ നെടുമുടി വേണു സാർ, അദ്ദേഹത്തിൻ്റെയൊക്കെ പോർഷനൊക്കെ നല്ലതായിരുന്നു. അതുപോലെ വിവേക്, പിന്നെ പിന്നെ മനോബാല, പിന്നെ അതുപോലെ സിദ്ധാർത്ഥിൻ്റെ ഫാദറായിട്ട് അഭിനയിച്ച ആൾ, അവരൊക്കെ നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ സിനിമയുടെ സ്റ്റോറി സ്ക്രിപ്റ്റിൽ അത്ര സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. എൻ്റെ അഭിപ്രായമാണ്. സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമ എങ്ങനെ ഇഷ്ടപ്പെട്ടോ, ആവറേജ് ആയിരുന്നോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിത്രേ പറയാനുള്ളൂ. എനിക്ക് സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിലെ പാട്ടുകളായിരുന്നു. അല്ലാതെ കഥ അത്ര വലിയ കഥയൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ കണ്ടിരിക്കാനും അത്ര എൻഗേജിങ് ആയിട്ട് നിർത്തുന്ന ഒരു ഫാക്ടറും എനിക്ക് തോന്നിയില്ല. എന്നാൽ മോശമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ മൂവി കണ്ടവർ മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതിൽ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട പല ആക്ടേഴ്സിനെയും AI വഴി റീക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കുഴപ്പമില്ലായിരുന്നു. എല്ലാ സീൻസിലും അല്ലല്ലോ, കുറച്ച് സീൻസിലായിരുന്നു അങ്ങനെ വന്നത്. അത് അങ്ങനെ നമുക്ക് മോശമായിട്ടോ അല്ലെങ്കിൽ ഒരു കല്ലുകടിയായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല. വളരെ നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ടെക്നോളജീസും വളരെ നന്നായിട്ട് റൈറ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ മൂവി അതിൻ്റെ അത്ര പോരാ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് പാർട്ടിലെ പാട്ടുകൾ, AR റഹ്മാൻ്റെ പാട്ടുകളെല്ലാം ഇപ്പോഴും ഭയങ്കര ഹിറ്റാണല്ലോ. ടെലിഫോൺ, മണിപോൽ, ആ പാട്ട്, പിന്നെ വേറെ കുറേ പാട്ടുകളുണ്ടല്ലോ. അപ്പം ഇതിലെ പാട്ടുകൾ കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി. പക്ഷെ മൂവിയുടെ സ്ക്രിപ്റ്റാണ് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾ കണ്ടു നോക്കുക. മേക്കപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ കമൽഹാസൻ്റെ മേക്കപ്പ് കുഴപ്പമില്ല, അങ്ങനെ പറയാനുള്ളൂ. അങ്ങനെ ആ മേക്കപ്പ് ഒരു സിനിമയിലെ മെയിൻ സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. കുഴപ്പമില്ല എന്നേ ഉള്ളൂ മൂവി. അപ്പോൾ കണ്ടു നോക്കുക. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. താങ്ക് യു സോ മച്ച്.